ഞാൻ ആ പടം കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇത് പൊട്ടിപ്പം തല്ലിപ്പൊളി പടം, എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ. അപ്പൊ എന്റെ കാൽക്കുലേഷൻ തന്നെ തെറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ദിവസം ഈ പടം കണ്ടതിന് ശേഷം അതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ ഡബിൽ മലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്ന നടനില്ല. ശരിക്ക് പറഞ്ഞാ ഞാൻ ആരുമല്ല. ഇക്ക പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ തട്ടാറുണ്ട് പൊതുവെ. ആര് പറഞ്ഞാലും നീ മാത്രം പറയണം. ഞാൻ ഇതെല്ലാം വേറെ കാര്യം പറയും. കണ്ടാ സുന്ദരിയാണോടാ? പറയണ നായിന്റെ പോലെ. അമതാജന്റെ കണ്ണു പെട്ട വേണം തോന്നിയ എന്തും ചെയ്യും, ഞാൻ കൊല്ലണം തോന്നിയാ കൊല്ലും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അയാൾ ഇവിടെ വെറുതെ വന്നേക്കുന്നതല്ല. ഇന്നെടുത്ത് ഒരുത്തന്റെ കയ്യിൽ ഇങ്ങനെ തിരക്കഥയുണ്ടെന്ന് കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ആ പരീക്ഷിക്കാൻ തയ്യാറാവും. അവസാനം നീ വന്നല്ലടാ. കഴിവും പരിശ്രമമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ്. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും അവന്റെ ആ പീറ കൂളിംഗ് ഗ്ലാസ്. നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റിക് ബുൾഷിറ്റ് അത് ഈ പരിപാടി തീരുന്നവരെ കാണും സാർ. ഞാൻ മഞ്ചേരിയിൽ വക്കീലായിരുന്നപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ പോസ്റ്റ്മാൻ വന്ന് ചോദിച്ചു, സാർ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു വക്കീൽ ഇവിടെ ഉണ്ടോന്ന്. ദേവലോകത്തിലൊരു വേഷം താങ്കൾക്ക് ഉണ്ട്. പക്ഷെ ആ സിനിമ പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നീടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കാൻ്റെ സ്വപ്നങ്ങളിൽ വീണ്ടും അന്ന് നിരാശനായിപ്പോയി എന്നെ അദ്ദേഹം വീണ്ടും ക്ഷണിച്ചത്. അതാണ് ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തുടക്കം. അതിനപ്പുറത്തേക്ക് പിന്നെ നിങ്ങൾക്കറിയാത്തതല്ല ചരിത്രം. അതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ ശബ്ദത്തിലെ ആരോഹണ അവരോഹണ ക്രമീകരണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ. ഇതോ അംഗം. ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പാവലില്ലാത്ത കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കൊടുക്കും. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കൊടുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. എടാ മമ്പറം കണ്ടപ്പോ മാവേ, നീ ഇപ്പൊ എന്റെ പകുതി അഭ്യാസമേ കണ്ടിട്ടുള്ളൂ. പുറകെ വരരുത്. എന്റെ കോടാലിക്ക് ലൈസൻസ് ഉണ്ടോ, ടാക്സ് കിട്ടിയ രസീതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചൺമുഖം തുടങ്ങാൻ. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്. എന്റെ ചക്കരയെ വഴിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം നീ പറഞ്ഞത്. പിന്നെ തെറിക്കൊന്ന് കാണിക്കാം. പന്തയം വെക്കുമ്പോ കോഴിയുടെ കാളയുടെ കുതിരയുടെ പുറത്ത് വെക്കി, കടുവയുടെ പുറത്ത് വെക്കല്ലേ. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞാലേ, ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? അത് പണ്ടത്തെ കഥ. പക്ഷെ ആ പ്രായത്തിൽ ഇപ്പോ തപ്പി നോക്കിയാൽ കാണും. പഴയ സ്വഭാവമാണെന്ന് വെച്ചുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ഇത് പഴയ കൊച്ചൊന്നുമല്ല, ആണി കിട്ടൂട്ടാ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഐ ട്രൂലി ബിലീവ് നമുക്ക് എന്ന ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും കോൺസുമേറ്റ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് ദ കരിയർ ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഇന്നെടുത്ത് ഒരുത്തന്റെ കയ്യിൽ ഇങ്ങനെ തിരക്കഥയുണ്ടെന്ന് കേട്ടാൽ ഇയാളോടൊന്ന് കണ്ടോളാൻ പറയും. ട്രാക്ക് മാറ്റി.